ചൂടുകാലത്ത് തണുപ്പാലത്ത് ദോഷം ഉണ്ടാവും. ഇതിങ്ങനെ കണ്ടപ്പോൾ വലം തുറന്ന ആ കുട്ടിക്കൊരാൾ സെതിയാൻ മുല കൊടുത്തിട്ടാനല്ല ആർക്ക്? മറിയം ബീവിക്ക്. അപ്പോൾ എവിടുന്നാ മോളെ ഇവിടെ നിനക്ക് അന്നാലൊക്കെ ആദാ മിന്നെ അതിനെ യജി ഉലക്ക ഹാദല്ലതി ദുനിയ. ഇത് എവിടുന്നാ മോളെ ഈ വരുന്നത്? ഇത് അല്ല അബ്വാബ് മുഹല്ലഖത്തുൻ അലൈക്കി. മോളെ ഞാൻ വാതിലടച്ചല്ലേ ഇവിടുന്ന് കുറ്റിട്ടല്ലേ ഞാൻ പോണത്. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഭക്ഷണം എങ്ങനെ? മനസ്സിലായില്ല. സക്കരിയ നബി പുറത്തു പോകുമ്പോൾ സക്കരിയ നബി ഇവിടെ എന്ത് ചെയ്യും? വാതിലടച്ച് അല്ല അബ്വാബ് മുഹല്ലഖ, വാതിലടച്ച് കുറ്റിട്ടിട്ടാണ് ഞാൻ പോണത്. പിന്നെ എവിടുന്ന് ആരാ മോളെ ഇത് കൊണ്ടുവന്നിരുന്നത് എന്ന് അത്ഭുതത്തോടെ ചോദിക്കും. ആര്? സക്കരിയ നബി. കുട്ടികൾ സക്കരിയ നബിയുടെ മറിയം ബീവിന്റെ ഏട്ടത്തിന്റെ ഭർത്താവാണ് സക്കരിയ നബി. മറിയം ബീവിയുടെ ഏട്ടത്തിയുടെ ഭർത്താവാണ് ആര്? സക്കരിയ നബി. അപ്പൊ എവിടുന്നാണ് മോളെ നിനക്ക്? അതായത് ഹന്നത്ത് ബീവിക്ക് 2 പെൺകുട്ടികൾ. അതായത് ഒന്ന് ആര് ആര് സക്കരിയ നബിന്റെ ഭാര്യ, പിന്നെ അതിന്റെ അനുജത്തിയാണ് ആര്? മറിയം ബീവി. മനസ്സിലായില്ലേ? ഇമ്രാൻ മരിക്കും. മറിയം ബീവി ഹന്നത്ത് ബീവി ഗർഭം ധരിക്കുമ്പോൾ ഏട്ടത്തിനെ കെട്ടിയിട്ടുണ്ട് ആര്? സക്കരിയ നബി. ഈ പള്ളിയിൽ ഉണ്ടാകുമ്പോഴത്തേന് വാപ്പം ഇമ്രാൻ മരിക്കുകയും ചെയ്തു. അപ്പൊ ഈ കുട്ടിക്ക് പിന്നെ ഒന്നുമില്ല, പള്ളിക്ക് തന്നു. ഇവിടുന്ന് ആ കുട്ടിയെ നിനക്ക് ഇത് ലാ സബീല ദാഖിലത്ത് ബിഹി അലൈക. ഇവിടുന്ന് ഒരാൾ കയറി വരാന് ഒരു ന്യായമില്ലല്ലോ മോലെ. കാലത്ത് കാലത്ത് നോക്കണം മുസാഫ്, കാലത്ത്. അപ്പോൾ മറിയം ബീവി ഉത്തരം നൽകും. എന്ത്? ഹുവമിന എന്തില്ല, ദാരത്തിനാണ്. അവിടെ തഫ്സീർ കൊടുത്തോ? ഇസ്മായിൽ ഹക്കിൽ ബറൂസവി തങ്ങളത്തെ മഹാന്മാർ തഫ്സീർ കൊടുക്കുകയാണ്. എന്താ തഫ്സീർ എന്നറിയോ? വഹിയ സഗീറ, കുഞ്ഞിക്കുട്ടിയാണിത്. ലാ ഖുദ്റത ലഹാ അലാ ഫഹ്മി സുആലി വറദ്ദിൽ ജവാബി. ഈ കുട്ടിക്ക് ചോദ്യം മനസ്സിലാവുന്ന പ്രായമല്ല, ഉത്തരത്തിന് കഴിയുന്ന പ്രായമല്ല. ഈ കുട്ടി ആരാണ്? പറ്റിയ സഗീറാണ്, സഗീറത്താണ്. ഈ കുട്ടിക്ക് കുതിർത്തില്ല അല്ല ഫഹ്മി സുആലി, ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കാൻ. അന്നാലക്കി ആരാ മോളെ ഇത് എവിടുന്നാണ് എന്നുള്ള ഈ ശബ്ദം, ഇത് ചോദ്യമാണെന്ന് മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് പ്രായം ആയിട്ടില്ല. ഉറത്തിൽ ജവാബി, ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനുള്ള പ്രായം ഈ കുട്ടിക്ക് ആയിട്ടില്ല. ഇസ്മായിൽ ഹക്കൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാൻ ഈ പറയുന്നത് കേട്ടത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഈ കുട്ടിക്ക് വളരെ എന്താ ഈ കുട്ടി പറയുന്നത്? ഈസാ നബി തൊട്ടിൽ സംസാരിച്ചതുപോലെ തന്നെയാണ് ആരും മറിയം ബീവി പറയണത്. എന്താണ് ഉടനെ കുട്ടി പറഞ്ഞ്? കുട്ടീനെ മദ്രസയിൽ ചേർത്തിട്ടില്ല, കുട്ടിക്ക് അള്ളാഹിനെ പറ്റി അറിയില്ല. പക്ഷെ കുട്ടി എന്ത് പറഞ്ഞു? ഹുവമിന എന്തില്ല. ഇത് ആരെടുത്തുനിന്നാണ്? അന്ന് ചോദ്യം മനസ്സിലാക്കാനോ മറുപടി പറയാനുള്ള പ്രായമൊന്നും ഈ കാലിട്ടടിക്കുന്ന കുട്ടിക്ക്. ആ സമയത്താണ് കുട്ടി എന്ത് പറയുന്നത്? ഹോമിന എന്തില്ല. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ബാബാ മുതുകിന്ന് കുത്തുബായി വന്നവര്. അപ്പൊ സക്കരിയ നബിക്ക് മനസ്സിലായി ഇതെന്താണ്, ഇത് വലിയത്താണ്. അടുത്ത ആയത്തെന്താ? അള്ളാഹു അറ്റല്ലാതെ ഓൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. ഇതാര് പറയാ? കുട്ടി പറയാണ് ഇത് അള്ളാന്റെ അടുത്തുനിന്നാണ്, ഇത് അറ്റല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് എന്നാണ് ഈ കുട്ടി പറയുന്നത്. അടുത്ത ആയത്തെന്താ? ഹുനാലിക, അവിടെ വെച്ച് സക്കരിയ റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബി ഹബ്ലി, എനിക്ക് കുട്ടി വേണം. എവിടെ വെച്ച്? എന്താണ് അർത്ഥം? ഹുനാലിക, അവിടെ വെച്ച്. എവിടെ വെച്ച്? മറിയം ബീവിന്റെ ഹളറത്തിൽ വെച്ച്. എന്തുകൊണ്ട് സക്കരിയ നബിക്ക് എന്ത് മനസ്സിലായി? ഇത് വലിയത്താണ്, വലിയത്തിന്റെ ഹളറത്തിൽ വെച്ച് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. ഇതിനെ അമ്പർത്ത് പറഞ്ഞത് ഖുർആനായത്ത്. പക്ക വഹാബിക്ക് മനസ്സിലാവില്ല, അവൻ അന്തല്ല, അന്തം വേണം. പറഞ്ഞു ഹുനാലിക്ക. എന്താ ഹുനാലിക്കന്റെ അർത്ഥം? ഹുനാലിക്ക, അവിടെ വെച്ച് ദ്വാർന്നു. ആരാ ദ്വാർക്കണേ? നബി. അപ്പൊ നബിക്കും വലിയന്റെ അടുത്ത് എന്ത് ചെയ്യും? മനസ്സിലായില്ല? വലിയനും മറ്റൊരു വലിയന്റെ അടുത്ത് ഉത്തരം കിട്ടും, നബിക്കും വലിയന്റെ അടുത്ത് ഉത്തരം കിട്ടും, നബിക്ക് വേറെ നബിന്റെ അടുത്ത് ഉത്തരം കിട്ടും. കാരണം നബിന്റെ ഹളറത്തിലോ വലിയന്റെ ഹളറത്തിലോ ദുആ എടുക്കുകയാണെങ്കിൽ ആമീൻ ആരാ പറയാ? ഭൂലോകം മുഴുവനുള്ള മലക്കൾ ആമീൻ പറയും. ഹുനാലിക, ഇവിടെ എന്താണ് ഇത്? മറുപടി പറയേണ്ട പ്രായമായിട്ടില്ല. അപ്പൊ ഈ വർത്താനത് ആരുടേതാണ്?
വലിയത്തിനാണ്. ഇത് ബാബ മുതുകിന്ന് കുത്തുപായി വന്ന കുട്ടിയാണ്, ഇത് സാധാരണ കുട്ടിയല്ല. അതുകൊണ്ട് ഹുനാലിക്ക അവിടെ വെച്ച് ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് അർത്ഥം പറയാ ദുആ ചെയ്തു. സക്കരിയ നബി ദുആ ചെയ്തു. റബ്ബഹു, തന്റെ റബ്ബിനോട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയതൻ ത്വയ്യിബതൻ, എനിക്ക് നല്ല കുട്ടികളെ വേണം പഠിച്ചോനെ. ഇന്നക സമീഉ ദുആ, ഉത്തരം കേൾക്കുന്ന സ്ഥലല്ലേ ഇത്, ഉത്തരം കൊടുക്കണോനല്ലേ. ഇക്കാലം വരെ ദ്വാർന്നിട്ടുണ്ട്. ആര്? ഉത്തരം കിട്ടിയില്ല. ഇവിടെ സുധാർന്നു. കാരണം ഇത് ആരുടെ ഹലർത്താണ്? വലിയത്തിന് ഹലർത്താണ്. എന്താ അർത്ഥമായിട്ട്? ഉടനെ മലക്കുകൾ വിളിച്ചു. മെഹ്റാബിൽ നിസ്കരിക്കാൻ തന്നെ വിളിച്ചു. അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യ, കുട്ടി ഉണ്ടാവും. അതായത് ഉത്തരം അപ്പത്തന്നെ മലക്കുകൾ വിളിച്ചു. ഉത്തരം ഓക്കെ, അല്ലാഹ് ഓക്കെ നടക്കുന്നത്. കാരണം നിങ്ങൾ എവിടെ വെച്ചാൽ വരുന്നത്? വലിയത്തിന് ഹലറത്ത് വെച്ച്. ആണുങ്ങളുണ്ടെങ്കിൽ മറുപടി ആടാ, ആണുങ്ങളുണ്ടെങ്കിൽ അതിനാണ് ഇവിടെ കൊണ്ടത്. ദ്വാരക്കണം ആരോട് തന്നെ. പക്ഷെ അത് മമ്പർത്തോരെ ഹലർത്തെന്ന് വരക്കണം. ലോകം മുഴുവനും അള്ളാന്റെ വലിയ അങ്ങിരിക്കുന്ന ആളാണ് ആര്? മമ്പർത്ത പാപ്പ CM. ദ്വാരക്കണ ആരോടല്ല, ദ്വാരക്കണ CM-നോടല്ല, അള്ളാനോട്. പക്ഷെ ആ ഹലറത്തിൽ നിന്നുണ്ടാവും കോടാനക്കോടി മലക്കളുണ്ടാവും. അവിടെ ഇജാബത്തുണ്ടാവും. ഹുനാലിക ദഅ സക്കരിയ ഫനാദത്തുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. അപ്പത്തിന് അല്ലാഹു യുബശ്ശിറുക ബിയഹ്യ, അല്ലാഹു തആല സമ്മതിച്ചിട്ട് നിങ്ങൾക്ക് യഹ്യ എന്ന കുട്ടിയെ തരാൻ പോവുകയാണ്. എവിടുന്ന് ദ്വാരുന്നതുകൊണ്ട്? വലിയത്തിൻ്റെ ഹലറത്ത്. അപ്പോൾ വലിയൻ്റെയും വലിയത്തിൻ്റെ ഹലറത്ത് ഇജാബത്ത് ദുആന്റെ ഹലറത്താണ്. അത് പറഞ്ഞ് മനസ്സിലായില്ല. എന്നാട്ട് കുട്ടികളൊക്കെ കണക്കന്നെ ഓരോന്നും. എന്താ പറയുക, ശ്രോതാക്കൾ തങ്ങന്മാരെ ഹലറത്ത്, മഹാന്മാരെ ഹലറത്തില്ലേ ഇവിടെ കൊണ്ടോട്ടി. ഞാൻ എല്ലാ ആഴ്ചയും പോയി പറഞ്ഞു കൊണ്ട് കാണുന്നത് പഠിച്ചിരുന്ന കാലത്ത്. അള്ളാഹു ഒരു തൗഫീഖ് നിങ്ങൾ ആ തൗഫീഖിനൊക്കെ കാരണം അതായിരിക്കും. ഞാൻ മനസ്സിലായില്ല. നേരെ വ്യാഴാഴ്ച രാത്രി ആയാൽ രാത്രി 10 മണി 11 മണിയായാൽ ഞങ്ങളൊരു സെറ്റ് ആളുകൾ, ചിലപ്പോൾ 1-2 ആളുകൾ ഒപ്പം ഉണ്ടാവും. നേരെ പോവും. എവിടേക്ക്? കൊണ്ടോട്ടി അവിടെ എവിടേക്ക് എന്താ പറയുക, മനുഷ്യോതാക്കളെ. അതൊക്കെ ഇതിൽപ്പെട്ട് തന്നെയാണ്. അവിടെ പോയി ദുആ ചെയ്തിട്ട് നേരെ വന്ന് ബോംബെ ഹോട്ടലിൽ ഹോട്ടലുണ്ടായിരുന്നു അന്ന്, പഴയ ഹോട്ടൽ. അവിടെ നിന്ന് ചായയും കടിയും കുടിക്കും. പായസൻ്റെ അവിടെ പഴയത്. അവിടെ നിന്ന് ചായയും കടിയും കൊടുക്കും. നട്ടപ്പാതിര 1 മണി 2 മണി യാസീനൊക്കെ ഒരു കാര്യമായി ദ്വാരന്ന് നല്ല റാഹത്ത തിരിച്ചു. ഒരു തൗഫീഖാണ്. ഇതൊക്കെ എന്തുകൊണ്ട് ആ ദ്വാ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവും? കാരണം ഇത് ആരുടെ ഹലറത്താണ്? ഔലിയാക്കളുടെ ഹലറത്താണ്. ഞാൻ മാസത്തിൽ നിങ്ങളോട് എൻ്റെ ഒപ്പം വരുന്നവരുണ്ടല്ലോ, എന്നെ പലരും ഉണ്ട്. മാസത്തിൽ ഒരിക്കലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പോവും, പറപ്പള്ളി പോവും. ഒരു മാസം കൊണ്ട് പോയിരിക്കും. ഇപ്പോൾ ചെറിയ നോമ്പിനെ തലേ ദിവസം അവിടെ പോയിട്ടുണ്ട്. നീ നോമ്പിന് പോവും, നീ നോമ്പിന് അവസാന ദിവസം പോവും. ഒരു ദ്വാർക്കും. എന്തുകൊണ്ട്? അത് ആരെ ഹലറത്താണ്? ഒരു മുസ്തഫ റസൂലുള്ളാഹി സ്വഹാബിയാന്ന് ഗണിക്കപ്പെടുന്ന വ്യക്തി. അത് വലിയാണ്. സ്വഹാബിക്കൻ നുജൂം, എൻ്റെ സ്വഹാബികൾ നക്ഷത്രം. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു വലിയനെ കിട്ടണം, ഒരു മുർഷിദിനെ കിട്ടണമെന്ന് നിങ്ങൾ എവിടെ പോയി പറയണം? ഒരു വലിയൻ്റെ ഹലറത്തിൽ പോയി ആരോട് പറയണം? അല്ലാഹ് എനിക്ക് രക്ഷപ്പെടണം, ഒരാളെ തരണം. ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ ളലാലത്തിലാവും. ഒമയ്യുളിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദാ. അപ്പോൾ ഒന്നിരിക്കൽ നമ്മളെ ഉലമാക്കളോട് ചോദിച്ച് ആളെ കണ്ടെത്തണം. ഇനി ഉലമാക്കൾ ആളെ കണ്ടെത്തി തരുന്നില്ലെങ്കിൽ പിന്നുള്ള പരിഹാരമാണ് എന്ത്? ഒരു ഔലിയാക്കളെ മക്കാമിൽ അള്ളാഹു അംഗീകരിക്കുന്ന, മുസ്ലിം ലോകം അംഗീകരിക്കുക, എവിടെയോ പോകണ്ട. മുസ്ലിം ലോകം ഔലിയാക്കളെന്ന് അംഗീകരിക്കുന്ന മഹാന്മാർ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ മഹാന്മാരില്ലേ? ധാരാളം പറയും മനുഷ്യന്മാരെ ഉണ്ട്, പലരും ഉണ്ട്. ഇപ്പോൾ മസ്ജിദ് സ്വഹാബ എന്നൊരു പള്ളിയുണ്ട് ഇവിടെ ഈ ബോംബെ ഹോട്ടലിൻ്റെ ബാക്കിൽ. അവിടെ പിന്നെ റാഫിഉ റിഫാ എന്ന് 2 സ്വഹാബികൾ മറവിട്ട് കിടക്കുന്നു എന്നാണ് വിശ്വാസം. അത്ര മതി. നമ്മൾ അവരെയാണ് സിയാറത്തിനുണ്ട്. ഒരു ലെന്നുണ്ടായാൽ മതി. താരീഖ് ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. 2 സ്വഹാബികളാണ് എവിടെ കിടക്കുന്നുണ്ട്. ആ പള്ളിക്ക് പേര് മസ്ജിദ് സ്വഹാബ എന്നാണ്. നല്ല റാഫിഉ റിഫാ എന്ന് 2 സ്വഹാബികൾ അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ധാരണ. മതി, ഒരു ധാരണ മതി. അപ്പം കഴിഞ്ഞ മാസം ഞാനും അൻവറും സലാമും കൂടി അങ്ങോട്ട് കോവളത്തേക്ക് പോയി. അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ആര്? മറ്റൊരു തമീം. ആ തമീം ഈ തമീം രണ്ടാണെന്നാണ് ഒരു അഭിപ്രായം. കോവളം എന്നല്ലേ എന്താ അവർക്കറിയാം? ചെന്നൈ കോവളത്ത് പോയി സിയാറത്ത് എത്ര യാത്ര ചെയ്യണം. പക്ഷെ അത് മാൻ്റെ ഹലറത്താണ്. അവിടുന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ എന്താ ഹുനാലിക ദഅ സക്കരിയ, അവിടെ വെച്ച് പറഞ്ഞാൽ എന്തുണ്ടാവും? കാരണം അള്ളാഹുവിന്റെ മുഖറബ് അവർ ലയിച്ചു. ആരും ലയിച്ചു? അള്ളാഹുവിൽ ഫന ആയ ആളുകളാണ്. ഒരിക്കൽ ആര് മാത്രമാണ് ലക്ഷ്യം? അള്ളാഹു വേറെ ലക്ഷ്യമൊരുക്കില്ല.
ബദരീങ്ങൾ അവിടെ പോയി എന്താണെങ്കിലും ബസ് കുതിരുന്ന ദ്വാരക്കണ പോലീസുകാർ ഇറങ്ങാൻ പറ്റില്ലെങ്കിലും എന്തുകൊണ്ട് ഹുനാലിക ദഅ സക്കരിയ അള്ളാഹ്ക്ക് വേണ്ടി മരിച്ചവനാണ് ഒരു ലക്ഷ്യം. ആര് മാത്രം പറയാ മോനെ, ആര് മാത്രം? അല്ലാഹു. മനസ്സിലായില്ലേ? അങ്ങനെ നിലാമുറ്റത്ത് പോയി ദ്വാര ചെയ്യണം. അവിടെ സ്വഹാബികളുണ്ടെന്ന വിശ്വാസം. നിങ്ങൾ കൂട്ടിക്കോളും. ബഹുമാനപ്പെട്ട കാസർകോട്ട് ആര് മാണിക്കുന്ന എന്നാണ് സ്വഹാബി എന്ന വിശ്വാസം. ഇനി അതല്ലെങ്കിൽ താബിയായാലും കുഴപ്പമില്ല, അതിൻ്റെ ആളുകൾക്ക് അതും ചെയ്യാം. അതിൻ്റെ അപ്പുറത്തെ സയ്യിദുൽ മദീന ഉള്ളാളമി അവിടെ സിയാറത്ത് ചെയ്യുന്നവർക്ക് അതും അള്ളാഹിൻ്റെ വലിയ തന്നെയാണ്. പറങ്ങിപ്പെട്ട ബഹുമാനപ്പെട്ട ഉക്കാശ ബിൻ മിൻസാൻ റളിയല്ലാഹു അൻഹു ഞാനവിടെ പോകാറുണ്ട്. ഇങ്ങനെ ഹാക്കര വാ ഹാക്കര എന്ത് പറയാ, നമ്മളെ മഞ്ഞക്കുളത്ത് പോകുമ്പോൾ ആര് അതിൻ്റെ ആളുകൾക്ക് അവിടെ സിയാറത്ത് ചെയ്യാം. ഷഹീദാണ്. ടിപ്പു സുൽത്താനുടെ കാലത്തിൽ വന്നവർ, അന്ന് സുൽത്താനോട് ഏറ്റ കവാഫീരെ നിർത്താതെ ഷണ്ട പൊരുതി ഷഹീദായവർ, അത് മഞ്ഞക്കുളമാലയാണ്. അവിടെ ആൾ കിടക്കുന്നുണ്ട്, അതിൻ്റെ ആളുകൾക്ക് അവിടെ സിയാറത്ത് ചെയ്യാം. മനസ്സിലാണ് പറഞ്ഞത്. ഇങ്ങനെ ഹാക്കത നിറഞ്ഞു കിടക്കേണ്ട ഒരു കൗത്താതാണ്. അത് ആണിക്കല്ലുകളാണ്. ആണിമ പിടിച്ചോളി. ഇവിടെ കാറ്റും കോളും നടക്കുകയാണ്. എന്തുമ പിടിക്കണം? ആണിമ പിടിക്കണം. ആണിമ പിടിച്ചിരിക്കണം. അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതിലൊന്നും എതിരാരും പറയരുത്. നമ്മളെ ദീന്, മനുഷ്യന്മാർക്ക് ദീനെ വെച്ച് മുന്നോട്ട് പോകണം. അതേസമയത്ത് ലാഹിരി ഉലമാക്കൾ ആരും നിഷേധിക്കുകയും ചെയ്യരുത്. അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്, നിസ്സാരപ്പെടുത്തുക ചെയ്യരുത്. അതേസമയത്ത് അതാണ് അവസാനം എന്ന് പറയാൻ പാടില്ല. അത് ആത്മീയ സംഘടന, ആത്മീയതൊക്കെ എന്തില്ല സംഘടനയില്ല. ത്വരീഖത്ത് പോലും ആത്മീയ സംഘടനയോ ആത്മീയ വൃത്തമോ അല്ല. അവിടുന്നും ആത്മീയത കിട്ടൂല. അതൊരു പണിയാണ്. ഇനി അവിടുന്ന് എവിടേക്ക് ഇറങ്ങണം? ഹക്കീക്കത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആരനുഭവിക്കുക? അതാണ് അനുഭവിക്കുക. മനസ്സിലാണ്ട് കുട്ടികളെ? അപ്പോൾ ഇതാണ് മുസ്ലിം യുവാക്കൾ, ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുത്ത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുഅ്മിനായി ഭൂമിയിൽ കറങ്ങിയാൽ അടിയിക്കറങ്ങിയാൽ കുഴപ്പമില്ലാത്ത കോലത്തിലാകാൻ ഓരോരുത്തരും യത്നിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് ദീൻ ഇസ്ലാമിൻ്റെ പേരിൽ അപേക്ഷിക്കുന്നു. നാളെ ഇതുപോലത്തെ ബന്ധപ്പെട്ട വേറെ മുഖദ്ദിമയാണ് നാളെ ഇൻഷാ അല്ലാഹ്. الله توفيق ترته. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك، لقد دعوناك فأجبنا يا الله. يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين، فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك وثناء عبادك الأولياء الصالحين، فلا تردن أيدينا خائبين بمحض فضلك وبحق كهف الورى محمد مصطفى.